إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ത്വാഹ 70-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരണം നൽകുന്നു. ഫഉൽഖിയ അപ്പോൾ എറിയപ്പെട്ടു അല്ലെങ്കിൽ ഇടപ്പെട്ടു അസ്സഹറത്തു സഹിരീങ്ങൾ സുജൂദിലായി എറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ സുജൂദിലായി വീണു. ഖാലൂ അങ്ങനെ ആ സഹിരീങ്ങൾ പറഞ്ഞു, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബിറബ്ബി ഹാറൂന വ മൂസ, ഹാറൂൻ നബിയുടെയും മൂസാ നബിയുടെയും രക്ഷിതാവിനെ കൊണ്ട് റബ്ബിനെ കൊണ്ട് ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഈ സാഹിര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ? കാരണം സാഹിര്യങ്ങളുടെ കൺമുന്നിൽ അവരുടെ കയറുകളും വടികളും വെറും കയറുകളും വടികളും മാത്രമാണ്. അത് യഥാർത്ഥ പാമ്പുകളെയല്ല. അതേസമയം ഫിറൗനിന്റെ ജനതയുടെയും കണ്ണിൽ അത് പാമ്പുകളാണ്. ഇവരുടെ വടികളും കയറുകളും യഥാർത്ഥ പാമ്പുകളായി ഇവർ തോന്നിപ്പിച്ചിരിക്കുകയാണ്. മൂസ നബിക്കും അത്തരം ഒരു പാമ്പായി തോന്നിപ്പിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഖയ്യലു ഇലൈഹി, അദ്ദേഹത്തിലേക്ക് അവർ തോന്നിപ്പിച്ചു എന്ന്. മൂസ നബിക്കും അത് തോന്നിപ്പിച്ചു. അങ്ങനെയാണ് മൂസ നബിക്ക് ഫഔജസ ഖീഫ, ഒരു തരം ഭയം മൂസ നബിക്ക് തോന്നാനും കാരണമുണ്ടായത് അതുമൂലമാണ്. അത്രയും യഥാർത്ഥ രൂപത്തിലുള്ള ഒരു പാമ്പ് പോലെയാണ് അവർ തോന്നിപ്പിച്ചത്. പക്ഷെ അവരുടെ കണ്ണിൽ അത് യഥാർത്ഥ പാമ്പുകളെ അല്ല, അത് വെറും കയറുകളും വടികളുമാകുന്നു. എന്നിട്ടോ അവർ നേർക്ക് നേരെ നോക്കുന്ന സമയത്ത് മൂസ നബിയുടെ യഥാർത്ഥ പാമ്പ് വന്നുകൊണ്ട് ഇവരുടെ പാമ്പുകളെല്ലാം വിഴുങ്ങിക്കളയുകയാണ്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് മൂസ നബി ഒരു അല്ലാഹു പറഞ്ഞയച്ചൊരു പ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായി. അള്ളയുണ്ടെന്നും ആ അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനാൽ ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർ യഥാർത്ഥ സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായത്. കാരണം യഥാർത്ഥ സത്യം അവർക്ക് ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഫിർഔനും കൂട്ടർക്കും അത് ബോധ്യപ്പെടില്ല. കാരണം മൂസ നബിയുടെ വടിയും പാമ്പായിട്ടാണ് അവർ കാണുന്നത്. സാഹിര്യങ്ങളുടെ വടികളും കയറുകളും പാമ്പായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അവർക്ക് സത്യം മനസ്സിലാകില്ല. പക്ഷെ സാഹിര്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സത്യം മനസ്സിലായി. അവരുടേത് പാമ്പല്ല എന്നും മൂസ നബിയുടേത് പാമ്പാണെന്നും മനസ്സിലായി. അത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.